മന്ത്രി രാജന് ആ പ്രോജക്റ്റുമായി ഒരു ആത്മബന്ധമുണ്ടെന്നുള്ള നിഷേധിക്കരുത്. അപ്പോൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, നോക്കൂ, ഇത് പെൻസിൽ കൊണ്ടുള്ള വരയാണ്, ചില മാധ്യമങ്ങൾ കാണിച്ചിരിക്കുന്നത് പോലെ ഇത് ക്രാക്കിൻ്റെ വരയല്ല, ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ശുദ്ധഗതിക്കോ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അദ്ദേഹം ഒരു സാൻഡ് പേപ്പർ കൊണ്ട് കയറിയത് അത് ഉരച്ച് നോക്കൂ, ഇത് പെൻസിലാണ്, പെൻസിൽ മാർക്കാണ്, അതിൻ്റെ ഓഡിയോയിൽ കേൾക്കാം. പക്ഷേ ഒരു പ്രമുഖ ചാനൽ വന്ന വാർത്തേൻ്റെ ഇൻട്രോ ഇങ്ങനെയാണ്: വീട്ടിലെ വിള്ളൽ വീണ ഭാഗം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മായ്ക്കാൻ ശ്രമിച്ച മന്ത്രിയുടെ നടപടി വിവാദമായി. അതെങ്ങനെയാണ് വിള്ളൽ സാൻഡ് പേപ്പർ കൊണ്ട് മായ്ക്കുന്നത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എഴുതി വെച്ചതാണ്. തോന്നിയവാസമല്ലേ ഇങ്ങനെ എഴുതുന്ന? എന്ത് ഉത്തരവാദിത്തമാണ്? ആ മനുഷ്യൻ പറയുന്നുണ്ട് ഇത് പെൻസിൽ കൊണ്ട് വരച്ചതാണ്. അപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചെന്നൊരു അത് ക്രാക്കാണെന്ന് ആൾ കാണിക്കുമ്പോൾ അതല്ലാന്ന് തെളിയിക്കാനുള്ള മന്ത്രിയുടെ ശ്രമമാണ് ഈ കണ്ടത്. ഇത്രയേ ഉള്ളൂ. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, അല്ല തല്ലിക്കൊല്ലുക, ഈ പരിപാടി ഒരു സൈഡിൽ നിന്ന് ആരൊക്കെ തുടങ്ങി വെച്ച് അവസാനം രാജൻ ഇതിന് ഈ ആവശ്യമില്ലാത്ത ഷോ കാണിച്ച് രാജൻ പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥം കൊണ്ട് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അതിനകത്തൊരു ദുഷ്ടലാക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ഭാഗത്ത് പൂർണ്ണമായും മന്ത്രി പറയുന്നതും കൺസ്ട്രക്ഷൻ കമ്പനി പറയുന്നതും ശരിയാണ്. ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ വീട് പണിതപ്പോൾ ഒരൊറ്റ വീടാണ്. നമ്മൾ നോക്കി നിന്ന് ഈ എന്താ പറയുക, ഈ നോക്കി നിൽക്കണമെന്ന് പറയും. ഇത്ര സിമെൻറ്റ്, ഇത്ര മണ്ണ്, ഇത് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഇതിൻ്റെ മുകളിലത്തെ തട്ടടിക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ ദിവസം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ കൊണ്ട് നോക്കി നിൽക്കും, ഇത്ര കയറുന്നുണ്ടോ. അവസാനം എൻ്റെ വീട് പണിത് കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് ഒരു വെള്ളം കിരിഞ്ഞിറങ്ങി അതവർ വാട്ടർ പ്രൂഫ് ചെയ്ത് തീർത്തു. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഒരു വലിയ ടൗൺഷിപ്പ് വരുമ്പോൾ ഇങ്ങനെ 1-2 സ്ഥലമൊക്കെ വരാം, അത് വിഷയമല്ല. ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടം, ഇപ്പോൾ ഇത് പ്രശ്നം വന്നെങ്ങനെയാണ്? ഈ വീടിൻ്റെ ഉടമസ്ഥനായ മനുഷ്യൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണല്ലോ ഈ വെള്ളം കിരിഞ്ഞിറങ്ങുന്നത്. ഇത് കിരിഞ്ഞിറങ്ങി പോയിട്ട് ഒരാഴ്ച കഴിയുന്നു, ഇവന്മാർ അതിന് തിരിഞ്ഞു നോക്കുന്നില്ല. അന്ന് പുള്ളിക്ക് തോന്നുന്നു, പുള്ളി പറഞ്ഞു എൻ്റെ വീട്ടിൽ വെള്ളം ക്രാക്കാണ്. അങ്ങനെയല്ലേ പറയാനറിയൂ, ക്രാക്കാണോ വെള്ളം കിനിഞ്ഞതാണോ അതിൻ്റെ സാങ്കേതികത എന്താ അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിലും എന്താ കുഴപ്പം? ഇതിനകത്തെ ഉത്തരവാദി ആരാണ്? ഇപ്പോൾ ഞാൻ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാർ അന്ന് ഈ ഇതുണ്ടാകുമ്പോൾ ഈ ടൗൺഷിപ്പ് കൈമാറുന്ന സമയത്ത് സർക്കാരിന് പ്രസ് റിലീസ് വായിക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് പുതുതാളം നൽകി വയനാട് മാതൃക ടൗൺഷിപ്പ് 1ാം ഘട്ടത്തിൻ്റെ പൂർത്തീകരണ പ്രഖ്യാപനം. ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായും തകർന്ന് 178 പേർക്കാണ് കൽപ്പറ്റ എസ്റ്റേൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ സ്ഥലം വെച്ച് വ്യാപിച്ച് കിടക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയിലെ ആദ്യഘട്ട വീടുകൾ കൈമാറിയിട്ടില്ല, നുണയാണ് പറഞ്ഞത്. ഇനി അന്ന് തന്നെ ഇറങ്ങിയ ഒരു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള കാർഡ്, വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യത്തിലേക്ക് 178 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ താക്കോൽ ദാനം, ഇതാണ് കാർഡ്. എന്നിട്ട് മന്ത്രി രാജൻ എന്താ പറഞ്ഞത്? രാജൻ പറഞ്ഞു താക്കോൽ കൊടുത്തിട്ടേ ഇല്ല. ശരിയാണ്, താക്കോൽ കൊടുത്തിട്ടില്ല, പട്ടയം മാത്രമാണ് കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ അന്ന് നടന്ന നാടകം എന്തായിരുന്നു? അത് വെറും പട്ടയദാനമായിരുന്നു, കെട്ടിടങ്ങളുടെ കൈമാറ്റമല്ല. ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ ഇലക്ഷൻ മുമ്പ് കാണിച്ച ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടിയാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെ അന്ന് നടന്നത്. വീട് കൈമാറിയിട്ടില്ല, പണിയൊന്നും ആയിട്ടില്ല. വാട്ടർ പ്രൂഫിംഗ് പോലും ചെക്ക് ചെയ്യാത്ത ഒരു വീട് എങ്ങനെ നിങ്ങൾ കൈമാറുക? അപ്പോൾ വീടിൻ്റെ ഉടമസ്ഥരെയും നാട്ടുകാരെയും കേരളത്തിലെ ജനങ്ങളെയും മുഴുവൻ ഞങ്ങൾ വീട് കൈമാറി കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം വേണേൽ വായിക്കാം. മഴക്കാലത്തിന് മുമ്പ് ബാക്കി കൂടെ തീരും. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസം 20-ാം തീയതിയാണ്. 1 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ ബാക്കി 400 ചില്ലുവാനും വീടിൻ്റെയും പണി പൂർത്തിയാക്കുമെന്നാണ് ഈ പറയുന്നത്. ഈ 178 വീടിൻ്റെ പോലും പണി തീരില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ പണി മുഴുവൻ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ പണിത ഒരു നുണ അവർക്ക് പാരയായപ്പോഴാണ് രാജനെ അബദ്ധം മുഴുവൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ വീട് പൂർത്തിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വെള്ളം കിനിയുന്നത് എങ്ങനെയാണ്? അപ്പം ഞങ്ങൾ പറയുന്നത്, അപ്പം ഞങ്ങൾ പണി നടത്തിയിട്ടില്ല, തീർത്തിട്ടില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പം അന്ന് പറഞ്ഞതോ, മുഖ്യമന്ത്രി സ്റ്റേജ് കെട്ടി നടത്തിയ പരിപാടിയോ അതെന്തായിരുന്നു? പട്ടയ വിതരണമായിരുന്നു. പട്ടയ വിതരണമാണെങ്കിൽ പട്ടയ വിതരണം എന്ന് പറയണം, വീട് കൈമാറ്റമല്ല. അപ്പോൾ ഇലക്ഷന് മുമ്പ് നാട്ടുകാരെ പറ്റിക്കാൻ ഞങ്ങൾ ഈ പരിപാടി നടത്തി എന്ന് പറയുന്ന നുണ, ശുദ്ധമായ നുണ, ഒരു വലിയ തട്ടിപ്പ് നടത്തി അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീട് പണി തീരാത്ത വീട്ടിൽ അങ്ങനെ പല പ്രശ്നങ്ങളും കാണുന്നേ. ചിലപ്പോൾ എന്തെങ്കിലും പിടിപ്പിച്ച് ചിലപ്പോൾ ഇളകി വീണെന്ന് വരും, വീടിൻ്റെ പണിയല്ലേ. പക്ഷെ പൂർത്തിയായ ഒരു സ്ഥലത്ത് എങ്ങനെ ഇത് ഇളകി വീഴും എന്ന് വീട്ടുടമസ്ഥനും നാട്ടുകാരും മാധ്യമങ്ങളും ചോദിച്ചാൽ ഒരു മറുപടിയില്ല. അപ്പോൾ അന്ന് ചെയ്ത നുണയ്ക്ക്, അന്ന് കാണിച്ച തട്ടിപ്പിന്, ഫ്രോഡിന്, ആ വാക്ക് തന്നെ പറഞ്ഞു, ഫ്രോഡ് പണിക്ക് ഇപ്പോൾ അതിനുള്ള എന്താ പറയുക, അതിൻ്റെ ശിക്ഷ സർക്കാർ സംവിധാനം പേറുകയാണ്. അത് രാജൻ്റെ തലയിലും വീണു.